Okay. The following is the trial balance of Kiran a trader on 31st March 2016. തന്നിരിക്കുന്നത് ക്യാപിറ്റൽ അങ്ങോട്ട് പോകും. ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ട്രേഡിംഗ്, സാലറി, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, carriage, commission, purchase, bad debt, return outward, sales, trading account, debtors, general expense, cash in hand, creditor, ഓക്കെ. നമ്മൾ എവിടെ വരെ പറഞ്ഞത്? ക്രെഡിറ്റേഴ്സ് വരെ അല്ലേ? നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമുക്ക് എപ്പോഴും എവിടെയാ തരാറ്? അഡ്ജസ്റ്റ്മെന്റ് തന്നാൽ നിങ്ങൾ എത്ര സ്ഥലത്ത് കൊണ്ടുപോകാറുണ്ട്? 2 സ്ഥലത്ത്. ഒന്നെവിടെയാ? പ്രോഫിറ്റ് അക്കൗണ്ട്. ഒന്നെവിടെയാ? ബാലൻസ് ഷീറ്റ്. അപ്പൊ നമുക്കിത് നേരിട്ട് എവിടെ തരികയാണ്? ട്രയൽ ബാലൻസിനകത്ത് തരികയാണെങ്കിൽ ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോ നമുക്ക് എല്ലാം അറിയാം, പക്ഷെ ഇത് അറിഞ്ഞൂടായെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ മൊത്തം തെറ്റിപ്പോകും അല്ലെ? അപ്പം ട്രയൽ ബാലൻസിൽ നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓൾറെഡി ചാർജ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബാലൻസ് ഷീറ്റ് പോയിട്ട് അസറ്റിൽ നിന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ബാലൻസ് ഷീറ്റ് പോയിട്ട് അസറ്റിൽ നിന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ബട്ട് നിങ്ങൾ എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പൊ ഇത് എവിടെയാണ് കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മിഷനറി. ഓക്കെ, മിഷനറി എത്രയാ? 52,000. എവിടെ കാണിക്കൂ? ബാലൻസ് ഷീറ്റ് കാണിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നോക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്ക് 10,000. എവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെയോ ബാലൻസ് ഷീറ്റ്. കാരേജ് ഔട്ട്സ്റ്റാൻഡിങ് എവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കണം. പിന്നെ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റ്. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെയോ ബാലൻസ് ഷീറ്റ്. പ്രൊവൈഡ് 5% ഓൺ ഡെറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എവിടെ കാണിക്കണം? ഒന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും മറ്റൊന്ന് ബാലൻസ് ഷീറ്റിലും. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റും ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. പർച്ചേസ് ഉണ്ട്. റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് അല്ലെ? റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ. ഔട്ട്വാർഡ് അങ്ങോട്ട് തിരിച്ചയക്കുന്നത് എന്തായിരിക്കും? നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് റിട്ടേൺ ഔട്ട്വാർഡ്. റിട്ടേൺ ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും? നമ്മൾ വിറ്റ സാധനമായിരിക്കും ഇങ്ങോട്ട് വരും അല്ലെ? അപ്പൊ സെയിൽസ് റിട്ടേൺ ആയിരിക്കും എന്ത്? റിട്ടേൺ ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം പർച്ചേസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്തു? ഇത് മാറിപ്പോരുത്. റിട്ടേൺ ഔട്ട്വാർഡ് ഇവിടുന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പോയി. തിരിച്ചു വരുന്നു. ദാറ്റ് ഈസ് റിട്ടേൺ ഇൻവാർഡ്. റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയത് നമ്മൾ തിരിച്ചയക്കുന്നു. പർച്ചേസ് റിട്ടേൺ. അപ്പൊ ഇവിടെ നടന്നത് എന്താണ്? പർച്ചേസ് റിട്ടേൺ ആണ്. റെഡി? ദെൻ കാരേജ് ഇൻവാർഡ് 2,500 ഉണ്ട്. പക്ഷെ അതിലൊരു ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്തിട്ട് ഇനി ഇവിടെ സെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ചെയ്തു. 41, 10, 51. 51 കൂടെ ടോട്ടൽ ഇട്ടു. അതിൽ നിന്ന് എന്ത് ചെയ്തു? ഇത് ലെസ് ചെയ്തപ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടി. ദിസ് ഈസ് കോൾഡ് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ അല്ലെ? നമ്മൾ അങ്ങനെയാണ് എഴുതി ശീലിച്ചത് അല്ലെ? ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. റെഡി? അടുത്തത് നമ്മൾ എങ്ങോട്ട് കിടക്കും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കടന്നിട്ട് എന്ത് ചെയ്തു? ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എഴുതി. അങ്ങനെ എഴുതും അല്ലെ? ശരിയല്ലേ? ഓക്കെ. ഇനി അത് പ്ലേസ് ചെയ്തു. പിന്നെ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണ് കമ്മീഷൻ ഉണ്ട് അല്ലെ? കമ്മീഷൻ 4,000 ഉണ്ട്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എത്രയുണ്ട്? 700. ഈ വർഷത്തെ അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വർഷം റിസീവ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചാൽ അത് നമ്മുടെ ഇൻകം അല്ല, നമ്മൾ ലെസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്തപ്പോൾ 3,300 കിട്ടി. റെഡി? ഇനി ഇവിടെ എക്സ്പെൻസ് സൈഡിൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സൈഡിൽ സാലറി 3,000 ഉണ്ട്. ജനറൽ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഡിപ്രീസിയേഷൻ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഏതിൽ തന്ന? ട്രയൽ ബാലൻസ് തന്ന ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ മാത്രമേ കാണിക്കുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രമേ കാണിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ മാത്രം കാണിച്ചു. ദെൻ ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ന്യൂ പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യണം.
പെർസെന്റേജ് തന്നിട്ടുണ്ട് അല്ലെ, ഡെറ്റേഴ്സിന്റെ നിശ്ചിത പെർസെന്റേജ് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1200 കിട്ടും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2200 കിട്ടും. ക്ലിയർ? ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇത് മൊത്തം ആഡ് ചെയ്തു, 10800 കിട്ടി. സെയിം ടോട്ടൽ എവിടെ പ്ലേസ് ചെയ്തു? ഡെബിറ്റ് സൈഡ് പ്ലേസ് ചെയ്തു. അതിൽ നിന്ന് എന്തോ കുറച്ചു? ഇത് ലെസ് ചെയ്തു, ഇത് ലെസ് ചെയ്തു, ഇത് ലെസ് ചെയ്തു, ഇത് മുഴുവൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2100 കിട്ടും. അതെന്താണ്? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ആണ് അല്ലെ. നേരെ എങ്ങോട്ട് വരും? നേരെ നമ്മൾ ഇവിടെ ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്യും. ക്ലിയർ? അപ്പം ബാലൻസ് ഷീറ്റിലേക്ക് കടന്നു. ബാലൻസ് ഷീറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. നമ്മൾ നേരെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ഭാഗമാണ്. നമ്മൾ വീണ്ടും അസറ്റ് സൈഡ് കാണിക്കണം, അസറ്റ് സൈഡ് കാണിച്ചു. ദെൻ ഡെറ്റേഴ്സിൽ നിന്ന് നിങ്ങളോട് ഒരു നിശ്ചിത ശതമാനം പ്രൊവിഷൻ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, അത് ലെസ് ചെയ്തു. മെഷീനറി ഡയറക്റ്റ് ആയിട്ട് എഴുതി. അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിപ്രീസിയേഷൻ ഒന്നും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കമ്മീഷൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് it should be shown on the credit side of profit loss account as a deduction, again shown on the liability side എന്ന് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് നമ്മൾ liability side കാണിച്ചു. മറ്റൊന്ന് കാരേജ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലെ. ട്രീറ്റ്മെന്റ് എന്തായിരുന്നു? ഔട്ട്സ്റ്റാൻഡിംഗിന്റെ എന്താണോ ഔട്ട്സ്റ്റാൻഡിംഗ് അതിന്റെ കൂടെ ആഡ് ചെയ്യുക. എഗെയിൻ എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിന്റെ liability side കാണിച്ചു. ക്രെഡിറ്റേഴ്സിന് നമ്മൾ നേരിട്ട് എഴുതി. ക്യാപിറ്റൽ 80,000 ഉണ്ട്. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ടോട്ടൽ എത്ര കിട്ടി? 82,100. നേരെ പ്ലേസ് ചെയ്തു. ഞാൻ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാൻ പോവാണ്. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്ത സമയത്ത് രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ്. ക്ലിയർ ആണോ? ബാലൻസ് ഷീറ്റിന്റെ മറ്റൊരു പ്രോബ്ലം ആണ്. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. നോട്ടിലേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ.